ഈ ബജറ്റിനെ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടുകൂടിയും പിന്തുണയ്ക്കുകയാണ്. കേന്ദ്ര ബജറ്റും കേരള ബജറ്റും ഒരുപോലെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവിടെ ആരംഭിച്ചത്. കേരളത്തിൻ്റെ മുന്നേറ്റം നമ്മുടെ കൺമുന്നിലെ യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കണക്കുകളൊക്കെ പ്രതിപക്ഷത്തിനും ലഭിക്കുന്ന കണക്കുകളാണ്. 2016 നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം 9.6%. കഴിഞ്ഞ സാമ്പത്തിക വർഷമാകുമ്പോഴത്തേക്കും അത് 17.6% വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമ്മുടെ തനത് വരുമാനം നമുക്കറിയാം. സംസ്ഥാനത്തിന് 3 വഴികളാണ് പ്രധാനമായിട്ടും വരുമാന സ്രോതസ്സായിട്ട് നിൽക്കുന്നത്. അതിലൊന്ന് തനത് വരുമാനമാണ്. ആ കാര്യത്തിൽ വലിയ മുന്നേറ്റം, ഏതാണ്ട് 50% വളർച്ച നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഗവർണറുടെ പ്രസംഗത്തിലും ഈ ബജറ്റ് രേഖയിലും നമ്മുടെ സാമ്പത്തിക സർവേ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴും നമുക്ക് മനസ്സിലാവാനാവുന്നത്. രണ്ടാമതൊരു വരുമാന സ്രോതസ്സ് കേന്ദ്ര ധനസഹായമാണ്. ഈ കാര്യത്തിൽ 10%-ലധികം കുറവാണ് കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് കേന്ദ്രത്തിൻ്റെ കൂടി സമ്മതത്തോടു കൂടി നമ്മൾ വാങ്ങേണ്ട വായ്പയാണ്, നമ്മൾ എടുക്കേണ്ട വായ്പയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തനത് വരുമാനം 71,000 കോടിയായിട്ട് വർദ്ധിപ്പിക്കാൻ, 45% വർധനവ് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടുണ്ട്. 2021-22 43,000 കോടിയാണ് നമുക്ക് വായ്പ എടുക്കാൻ കഴിഞ്ഞിരുന്നത്. 2022-23 വായ്പ 22,000 കോടി രൂപയാണ്. നേരെ പകുതിയായിട്ട് കുറയുന്ന നിലയിലേക്ക് കേന്ദ്ര വായ്പ വെട്ടിക്കുറക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കേരളം ഇന്ന് ധനപ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് ഈ വായ്പ വെട്ടിക്കുറക്കുന്നത് വഴി ഉണ്ടാകുന്ന ധനപ്രതിസന്ധിയാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നിലയിലുള്ള ചെറുത്തുനിൽപ്പും പോരാട്ടവുമാണ് കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ നടത്തിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വിശകലനം ചെയ്യുന്ന ഏതൊരാൾക്കും യാതൊരു സംശയമുണ്ടാവില്ല എന്നുള്ളതാണ് കരുതേണ്ടത്. ഇവിടെ ദൂരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി പരിശോധിക്കുമ്പോൾ ചെലവിൻ്റെ കാര്യത്തിൽ 10%-ലധികം ചെലവ് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. അത് ജനങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും നിലയിലുള്ള ആശ്വാസ പദ്ധതികൾ ഇല്ലാതാക്കിക്കൊണ്ടല്ല, ഏതൊക്കെ മേഖലയിൽ ചെലവ് ചുരുക്കാൻ പറ്റുമോ ആ മേഖലയിലൊക്കെ ചെലവ് ചുരുക്കിക്കൊണ്ടുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചത്. നമ്മുടെ വരവ് കുറഞ്ഞു. ദൂർത്ത് കൊണ്ടോ വാരിക്കോരി ചെലവഴിച്ചത് കൊണ്ടോ അല്ല കേരളം ധനപ്രതിസന്ധി നേരിടുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഒരു വഴിയേ ഇന്ന് നമ്മുടെ മുന്നിലുള്ളൂ. അതിന് കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കേന്ദ്രത്തിലെ BJP ഭരണം പോകണം. കോൺഗ്രസിൻ്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണ്? 18 MP ഈ കേരളത്തിൻ്റെ പ്രതിനിധികളായിട്ട് പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏറ്റവും അവസാനത്തെ ഒരു പ്രസംഗം മലയാളത്തിൽ പ്രസംഗിക്കുന്ന TN പ്രതാപൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗം വന്നു. ആദ്യത്തെ വരി എന്താണ്? കേരളത്തിനെ വിമർശിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അവസാനം ഒരു വരിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാവരുടെയും മുന്നിൽ മല്ലികാർജുൻ ഖാർഗെ, നിങ്ങളുടെ പ്രസിഡന്റ്, പാർലമെൻറ്റിലെ നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് അവതരിപ്പിച്ചിട്ടുള്ള കരിമ്പത്രം, അതിലെ ചില കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വം നിഷേധിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അർഹമായ വിഹിതം വൈകിപ്പിച്ചും ഫണ്ട് അനുവദിക്കാതെയും BJP ഇതര സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം മുരടിപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താണ്? ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കണം എന്ന് കേരളം ഒറ്റക്കെട്ടായിട്ട് പറയുമ്പോൾ ഖാർഗെ പറയുന്ന ഈ നിലപാടിനോട് ചേർന്ന് നിൽക്കാതെ, കേരളത്തിൻ്റെ ഈ പ്രതിഷേധത്തോടൊപ്പം നിൽക്കാതെ കേരളത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് UDF സ്വീകരിക്കുന്നത്
എന്ന് പറയാതെ പോകാൻ പറ്റുമോ? നിങ്ങളാലോചിക്കണം, കോൺഗ്രസിൻ്റെ സ്ഥിതി. പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഒരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കെ വി ശേഖര പൊതുവാണെന്നാണ്. പഴയകാല കോൺഗ്രസ്സുകാർക്കെല്ലാം അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കോൺഗ്രസിൻ്റെ നിലപാടിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: രാമനും രാവണനും ഒന്നിച്ചാൽ രാമായണം ഉണ്ടോ? കൃഷ്ണനും കംസനും ചേർന്നാൽ പിന്നെ കൃഷ്ണഗാഥയുണ്ടോ? നിങ്ങൾ ആലോചിക്കേണ്ടത് BJPക്കെതിരായിട്ട് നിൽക്കേണ്ടത് കോൺഗ്രസ്സാണ്. ദേശീയാടിസ്ഥാനത്തിൽ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ സ്ഥിതി ഇപ്പം എന്താ? ഈ ഗാർഗയുടെ കരിമ്പത്രത്തിൽ പറയുന്നുണ്ട് 411 MLA-മാരെയാണ് ഈ കാലയളവിൽ BJP വിലക്കെടുത്തത്. ഞങ്ങൾ ചോദിക്കട്ടെ, അതിൽ 90% കോൺഗ്രസ്സുകാരല്ല എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കും. ലീഗുകാരാലോചിക്ക്, ലീഗുകാരാ പറയേണ്ടത്. 411-ൽ വേവലാതി വേണ്ട 411-ൽ 90% കോൺഗ്രസ്സാണ്. ലീഗുകാരാലോചിക്ക്, ലീഗുകാർ പറയും എന്താന്നല്ല നിലപാട്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം നിങ്ങളാലോചിക്കേണ്ടത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടി മുഖ്യമന്ത്രിയാവാൻ മത്സരിച്ചിട്ടുള്ള മുന്നോട്ടേക്ക് വന്നിട്ടുള്ളവരാണ്. കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നില്ലേ ശ്രീ കമൽനാഥ്? അതെ, എങ്ങോട്ടേക്കാണ് പോകുന്നത്? കൃഷ്ണനും കംസനും ഒന്നായിട്ട് ചേരുന്ന ഏറ്റവും രാക്ഷസീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പുട്ടിന് തേങ്ങ ചിരവിയിട്ടിടലുണ്ടെന്ന് പറയലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിരട്ട ചരവിക്കൊണ്ടിരിക്കുകയാണ്. BJPക്കാരനുണ്ടാക്കുന്ന പുട്ടിനിടുന്നതിന് വേണ്ടി ചിരട്ട ചരവുന്നവരായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, നമ്മുടെ ലീഗുകാർ ഇതിനെ കുറിച്ചിട്ട് പ്രതികരിക്കേണ്ടതാണ്. എന്താ പറഞ്ഞത്? ഷാപ്പാട് കിട്ടിയാൽ എവിടെയും പോകും. ഞാനല്ല, ഷാപ്പാടുണ്ടോ? പ്രേമേന്ദ്രൻ പോയത് എന്താ തെറ്റ്? മുരളീധരൻ പോയത് എന്താ തെറ്റ്? ഞങ്ങളും വേണമെങ്കിൽ പോകും എന്നുള്ളതാണല്ലോ. പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രി പോയിട്ട് സ്വീകരിച്ചതിനെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചിട്ട് പറയുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് ആ ചിത്രം എടുത്തിട്ടൊന്ന് നോക്കാം. എന്താ ബോഡി ലാംഗ്വേജ്? നിങ്ങൾ പറയും. മാന്യമായ രീതിയിൽ കേരളത്തിൽ വരുന്ന കേന്ദ്ര ഭരണാധികാരിയെ സ്വീകരിക്കുക എന്ന് പറയുന്ന കേരളത്തിൻ്റെ ആതിഥ്യ മര്യാദ തലയെടുപ്പോടെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല അല്ലേ? ഞങ്ങൾക്ക് ഈ BJPയുടെ ഈ പിൻപണി CPM-നില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. നിങ്ങളുടെ ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റാത്ത നിലയിൽ ഏറ്റവും ഗതികെട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം. ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം. കേരളം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 2016-ൽ 5,60,000 കോടിയായിരുന്നു. 2023-ൽ 10,17,000 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നികുതി ഇനത്തിൽ അത് ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഈ വർധനവിൻ്റെ ഒപ്പം തന്നെയാണ് കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇവിടെ പൂച്ച വെറ്റ് കിടക്കുന്നു എന്നല്ലേ പറഞ്ഞത്? പ്രതിശീർഷ വരുമാനം 2016-ൽ 1,48,000 രൂപയായിരുന്നു. ഇന്ന് 2023-ൽ അഭിമാനത്തോടു കൂടിയിട്ട് ഈ ഗവൺമെൻറ്റിന് പറയാം 2,78,000 രൂപയായിട്ട് പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ എവിടെയുണ്ട് ഇങ്ങനെ ഒരു വളർച്ചാ നിരക്ക് ചൂണ്ടിക്കാണിക്കാൻ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, വളരെ കുറച്ചാണെങ്കിലും. ഈ അഭിമാനകരമായിട്ടുള്ള നേട്ടം കേരളം നേടിയിട്ടുണ്ട്. നികുതി വരുമാനത്തിൽ നേടിയിട്ടുള്ള മുന്നേറ്റം, സാമ്പത്തിക വളർച്ചയിൽ കൈവരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നിലയിലും കേരളത്തെ വരിഞ്ഞു കെട്ടുമ്പോൾ ഇതിനു മുന്നിൽ ഞങ്ങൾക്ക് മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൂര്യോദയം ഞങ്ങൾ ഇവിടെ, സൂര്യൻ്റെ തെളിച്ചം ഇവിടെ പ്രകാശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബജറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഈ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഈ ബജറ്റ് പിന്തുണച്ചുകൊണ്ട് പറയുമ്പോൾ ഒറ്റ കാര്യം മാത്രമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിലൊരു വരി ഈ ഗവൺമെൻറ്റിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി സമർപ്പിക്കുക. അന്നവസ്ത്രാദി മുട്ടാതെ തന്നി രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഈ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൽ ദൈവദശകത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ സമർപ്പിച്ചുകൊണ്ട് ഈ ബജറ്റിനെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.